السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيدنا محمد أشرف المخلوقين وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. أوصيكم بتقوى الله. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റമദാനിന് ശേഷം നമ്മുടെ സബുക്ക് വീണ്ടും ആരംഭിക്കുകയാണ്. അല്ലാഹു തആല എല്ലാം കബൂലാക്കുമാറാകട്ടെ. നിസ്കാരത്തിൻ്റെ ഫർളുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 4 ഫർളുകൾ നമ്മൾ പറഞ്ഞു. നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം, ഖിയാമ്, ഫാത്തിഹ, ഈ 4 ഫർളുകളും പറഞ്ഞു. ഇനി അടുത്തത് പിന്നെ വായിക്കുകയാണ് ബാക്കി. റുക്കൂഅൻ. അപ്പം മുൻ കഴിഞ്ഞ സബുക്കുകൾ കേൾക്കാത്തവരത് കേൾക്കാനും അതുപോലെ തന്നെ അത് സബുക്ക് കയ്യിലുള്ളവർ ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കാനൊക്കെ ശ്രദ്ധിക്കുക. എല്ലാവരും പരമാവധി ബഹുമാനപ്പെട്ട മഹദൂം തങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കിതാബാണെന്ന് മനസ്സിലാക്കി ഇതിൽ നിന്ന് നമ്മൾക്ക് ആവശ്യമുള്ളതെല്ലാം നേടിയെടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇൽമിനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ഇതിനെ കൈകാര്യം ചെയ്യാനും ഇതിനോട് പിന്തുടരാനും വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റുക്കൂഅൻ, 5ാമത്തെ ഫർള് റുക്കൂഅ് ചെയ്യലാണ്. എങ്ങനെയാണ് റുക്കൂഅ് ചെയ്യേണ്ടത്? ബിൻഹിനാഇൻ, കുനിയൽ കൊണ്ട്. ബലഗ റാഹത്താഹു റുക്ബതൈഹി, ഏത് രീതിയിലുള്ള കുനിയലാവണം? അവൻ്റെ 2 ഉള്ളം കൈ അവൻ്റെ കാൽമുട്ടിലേക്ക് എത്തുന്ന രീതിയിൽ എത്തുന്നതായ കുനിയലായിരിക്കണം. ആ രീതിയിൽ കുനിയൽ കൊണ്ട് റുക്കൂഅ് ചെയ്യുക. വിശദീകരിച്ചിട്ട് പറയുന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഫർളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ആവശ്യമുള്ളവരൊക്കെ സംശയങ്ങൾ ചോദിച്ചു ഉസ്താദുമാരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. വഅ്തിദാലുൻ, 6ാമത്തെ ഫർദ് ഇഅ്തിദാലാണ്. ബി അഊദില്ലി ബദ്ഇൻ, തുടങ്ങിയിടത്തേക്ക് മടങ്ങൽ കൊണ്ട്. ഇഅ്തിദാൽ എങ്ങനെയാണ്? എവിടുന്നാണോ ഇഅ്തിദാലിലേക്ക് വന്നിട്ടുള്ളത് ആ സ്ഥലത്തേക്ക് തന്നെ മടങ്ങുക. അപ്പോൾ നിന്ന് എന്തിനാ അങ്ങനെ പറഞ്ഞത്? എപ്പോഴും ഖിയാമിലേക്കായിരിക്കില്ല മടങ്ങേണ്ടി വരുന്നത്. നിന്ന് നിസ്കരിക്കുന്നവനാകുമ്പോൾ നൃത്തത്തിൽ നിന്നാണ് അവൻ റുക്കൂഇലേക്ക് പോയത്. അപ്പോൾ ആ നൃത്തത്തിലേക്ക് മടങ്ങുക, അതിനാണ് ഇഅ്തിദാൽ എന്ന് പറയുന്നത്. ഇരുന്ന് നിസ്കരിക്കുന്നവനാണെങ്കിൽ ആ ഇരുത്തത്തിലേക്ക് മടങ്ങുക. കടന്ന് നിസ്കരിക്കുന്നവനാണെങ്കിൽ എവിടെ നിന്നാണോ റുക്കൂഇലേക്ക് വന്നത് ആ വന്ന സ്ഥലത്തേക്ക് മടങ്ങിപ്പോവൽ കൊണ്ട് ഇഅ്തിദാൽ ചെയ്യുക. അപ്പോൾ നിന്ന് നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് സുന്നത്ത് നിസ്കരിക്കാമെന്ന് കൂട്ടിക്കോ. സുന്നത്ത് നിസ്കാരത്തിൽ ഇരിക്കലും നിൽക്കലും ഒക്കെ ജായിസാണ്. അപ്പോൾ ഇടയിൽ വെച്ച് ഇരിക്കുകയും ചെയ്യാം. അപ്പോൾ ഒരാൾ റുക്കൂഅ് ചെയ്തതിന് ശേഷം നേരെ ഇരുന്നിട്ട് ഇഅ്തിദാൽ ചെയ്യാൻ പാടില്ല. അപ്പോൾ തുടങ്ങിയിടത്തേക്ക് മടങ്ങുക എന്നതാണ് ഇഅ്തിദാൽ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇഅ്തിദാൽ എങ്ങനെ? ബിഅഊദില്ലി ബദ്ഇൻ, 6ാമത്തെ ഫർളുമായി. ഇനി 7ാമത്തെ ഫർള് വസുജൂദുൻ മറത്തൈനി, 2 തവണ സുജൂദ് ചെയ്യുക. ബി വദ്ഇ ബഅ്ളിൽ ജബ്ഹത്തി മക്ശൂഫൻ, നെറ്റിത്തടത്തിൽ നിന്നും അല്പം വെക്കൽ കൊണ്ട്. അപ്പം നെറ്റി മുഴുവനായും വെക്കണമെന്നില്ല. നെറ്റിയുടെ ബഅ്ള് എന്തായാലും ഭൂമിയിൽ ഭാരത്തോടെ പതിയണം. വെക്കൽ കൊണ്ട്. മക്ശൂഫൻ, തുറന്നതായ നിലയിൽ, മറയില്ലാതെ വെളിവാക്കിയതായ നിലയിൽ വെക്കണം. ഇൻ അംകന, സൗകര്യമാവുമെങ്കിൽ. അതേസമയം എനിക്ക് മുറിവോ മറ്റോ ഉള്ളത് കൊണ്ട് വെച്ച് കെട്ടുകയോ മറ്റോ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ അതോടുകൂടി തന്നെ സുജൂദ് ചെയ്യാം. അപ്പോൾ സൗകര്യപ്പെടുമെങ്കിൽ എന്ത് തന്നെ വേണം? വെളിവാക്കിയ നിലക്കന്നെ മറയില്ലാതെ തന്നെ വെക്കണം. അലാ ഗൈരി മഹ്മൂലിൻ, ഏതിൻ്റെ മേൽ സുജൂദ് ചെയ്യണം? ഏതിൻ്റെ മേലാണ് നെറ്റി വെക്കേണ്ടത്? അവൻ ചുമക്കാത്ത സാധനത്തിൻ്റെ മേലായിരിക്കണം. ചുമക്കപ്പെടുന്ന അവൻ്റെ തന്നെ തൊപ്പി, തലയിക്കെട്ട്, ഷർട്ട്, അതിലൊന്നും പോയിട്ട് അവൻ എന്താക്കരുത്? സുജൂദ് ചെയ്യരുത്, നെറ്റി വെക്കരുത്. എങ്ങനെയുള്ള മഹ്മൂല? യതഹറക്കു ബി ഹർക്കത്തിഹി, അവൻ്റെ അനക്കം കൊണ്ട് അനങ്ങുന്ന, അവൻ ചുമക്കുന്ന സാധനമല്ലായിരിക്കണം. അപ്പോൾ അനക്കം കൊണ്ട് അനങ്ങാത്ത, അവൻ ചുമന്നിട്ടുണ്ടെങ്കിലും അവൻ അതിനെ പിടിച്ചിട്ടോ ഹംല് ചെയ്തിട്ടോ ഉണ്ട്, ചുമന്നിട്ടുണ്ട്, പക്ഷേ അവൻ്റെ അനക്കം കൊണ്ട് അനങ്ങുന്നില്ല. അവൻ റുക്കൂഇലേക്ക് പോകുമ്പോഴും സുജൂദിലേക്ക് പോകുമ്പോഴൊന്നും ആ ഭാഗം അനങ്ങുന്നില്ല എങ്കിൽ അതിൻ്റെ മേലെ സുജൂദ് ചെയ്യാം. ഉദാഹരണത്തിന് മൈക്ക് കുത്തിയിട്ട് ഇമാം വെക്കുന്ന ആൾ, അയാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അതിൻ്റെ വയറ് മുമ്പിൽ തന്നെ ഉണ്ടാവും. ആ വയറിൻ്റെ മേലെ മൈക്കിന്
ഓട് ഒന്നിച്ചുള്ള വയറിൻ്റെ മേലെ സുജൂദ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അനക്കം കൊണ്ട് അനങ്ങാത്ത ഭാഗമാണെങ്കിൽ അതിൻ്റെ മേലെ സുജൂദ് ചെയ്യാം. അപ്പോൾ അനക്കം കൊണ്ട് അനങ്ങുന്ന മഹ്മൂലിൻ്റെ മേലെ സുജൂദ് ചെയ്യാൻ പാടില്ല. സുജൂദിൽ 7 അവയവമാണ് നിലത്ത് വെക്കൽ നിർബന്ധം. അപ്പോൾ നെറ്റി വെക്കണം എന്ന് പറഞ്ഞു. റുക്കുബത്തൈനി 2 മുട്ടും വെക്കണം. ബത്തുനിൽ കഫൈനി 2 മുങ്കയ്യിൻ്റെ പള്ളയും വെക്കലുമുണ്ട്. അസ്വാബിഉൽ ഖദമൈനി 2 ഖദമിൻ്റെ വിരലുകളും വെക്കലുമുണ്ട്. ഇങ്ങനെ 7 അവയവം വെച്ചുകൊണ്ടാണ് സുജൂദ് ചെയ്യേണ്ടത്. വയജിബു നിർബന്ധമാണ് അയ്യനാല മസ്ജിദഹു അവൻ സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ചേർക്കൽ നിർബന്ധമാണ്. ഫിഖലു റഅ്സിഹി അവൻ്റെ തലയുടെ ഭാരം ചേർക്കൽ നിർബന്ധമാണ്. അപ്പം ഭാരം മുഴുവൻ 2 കൈക്കും കൊടുത്ത് മുട്ടിനും കൈക്കും ഒക്കെ ഭാരം കൊടുത്ത് തല വെറുതെ ഒന്ന് മുട്ടിച്ച് മേൽപോട്ട് ഉയർത്തിപ്പിടിച്ച് ജസ്റ്റ് ഒന്ന് മുട്ടിച്ചാൽ മാത്രം പോരാ, തലയുടെ ഭാരം ഭൂമിയിലേക്ക് വെക്കണം, അതും നിർബന്ധമാണ്. വയർത്തഫിയ അസാഫിലുഹു അല ആലിഹി അവൻ്റെ മേൽഭാഗം താഴ്ഭാഗത്തെക്കാളും ഉയർന്നിരിക്കലും നിർബന്ധമാണ്. അല്ല, താഴ്ഭാഗം മേൽഭാഗത്തെക്കാളും ഉയർന്നിരിക്കലും നിർബന്ധമാണ്. അപ്പോൾ താഴ്ഭാഗം എന്ന് പറയുന്നത് ചന്തിക്കെട്ടും ഭാഗങ്ങളൊക്കെ അവൻ്റെ തലയേക്കാളും എന്താക്കണം, ഉയർന്നിരിക്കണം, തല താഴ്ന്നിരിക്കണം. ഈ രീതിയിലായപ്പോൾ തല എന്തായാൽ പോരാ, ഏതെങ്കിലും ഭാഗത്ത് മുട്ടിച്ചാൽ മാത്രം പോരാ. സ്റ്റെപ്പും വന്ന് സുജൂദ് ചെയ്യണം, സ്റ്റെപ്പുമ്പിൽ നിന്നിട്ട് എന്നിട്ട് മുകളിലെ സ്റ്റെപ്പിൽ പോയിട്ട് സുജൂദ് ചെയ്താൽ ശരിയാവൂല, കാരണം തല മുകളിലായിപ്പോയി. അങ്ങനെയല്ല, തല താഴണം, അവൻ്റെ താഴ്ഭാഗം പൊന്തണം. ഈ രൂപത്തിലായിരിക്കലും നിർബന്ധമാണ്. ജുലൂസും ബൈനഹുമ അടുത്ത ഫർദ് ആ 2 സുജൂദിനിടയിൽ ഇരിക്കലാകുന്നു. 2 സുജൂദിനിടയിലുള്ള ഇരുത്തം അത് കസ്വീറായ ഫർളാണ്. അതുപോലെ തന്നെ ഇഴ്തിദാലും കസ്വീറായ ഫർളാണ്. അതിനെ ദീർഘിപ്പിക്കാൻ പാടില്ല, ചുരുങ്ങിയ ഫർള്. അപ്പോൾ ആകെ ഫർദുകളുടെ കൂട്ടത്തിൽ ത്വബീലുണ്ട് കസ്വീറുണ്ട്. അപ്പോൾ ഇഴ്തിദാലും ഇടയിലെ ഇരുത്തവും കസ്വീറായ ഫർദും, ബാക്കിയുള്ളതൊക്കെ ത്വബീലായ ഫർദാണ്, ബാക്കിയുള്ള അലകളെ പറയും. അപ്പോൾ വലാ യുതവ്വിലുഹു അതിനെ ദീർഘിപ്പിക്കാൻ പാടില്ല, ഇടയിലെ ഇരുത്തത്തിനെ. വലൽ ഇഴ്തിദാല കൂട്ടത്തിൽ തന്നെ പറയുന്നു, ഇഴ്തിദാലിനെയും ദീർഘിപ്പിക്കാൻ പാടില്ല. അപ്പോൾ ദീർഘിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇടയിലെ ഇരുത്തം, ആ ഇടയിലെ ഇരുത്തത്തിൽ ചെല്ലാനുള്ളതൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഒരു അഖല്ലായ അത്തഹിയ്യാത്ത് ഓതാനുള്ള ഖദ്ർ വെറുതെ അവിടെ ഇരുന്നാൽ നിസ്കാരം ബാത്തിലാവും. അതുപോലെ തന്നെ ഇഴ്തിദാലിൽ ചെല്ലേണ്ടതൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഒരു ഫാത്തിഹ ഓതാനുള്ള ഖദ്ർ വെറുതെ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവൻ്റെ നിസ്കാരം ബാത്തിലാവും. അതും ദീർഘിപ്പിക്കാൻ പാടില്ല. അതിനോട് ചെല്ലേണ്ടത് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഫർദിലേക്ക് കടന്നു പോകണം. ഇടയിലിരുത്തവും ഇഴ്തിദാലും ദീർഘിപ്പിക്കാൻ പാടില്ല. അപ്പോൾ ബാക്കിയുള്ള സുജൂദിലോ റുക്കൂയിലോ ഇനി എത്ര തന്നെ സമയം എടുത്താലും ഒന്നും മിണ്ടാതെ റുക്കൂയിൽ അങ്ങനെ കടന്നു, സുജൂദിൽ കുമ്പിട്ട് കടന്നു, അല്ലെങ്കിൽ ഖിയാമിൽ ഒരേ നൃത്തം നിർന്നു, ഒന്നിക്കിൽ ഓതി അൽ-ബഖറയോ ആലിമ്രാനോ ഒക്കെ ഓതി, അല്ലെങ്കിൽ ഒന്നും ഓതിയില്ല, അവൻ മണിക്കൂറുകളോളം വെറുതെ നിന്നു എന്നതുകൊണ്ടൊന്നും നിസ്കാരം ബാത്തിലാകുന്നില്ല. അതേസമയം ഇടയിലെ ഇരുത്തത്തിലും ഇഴ്തിദാലിലും ഒക്കെ ദീർഘിപ്പിച്ചാൽ, സമയം ദീർഘമായാൽ നിസ്കാരം ബാത്തിലാകും. അത് ദീർഘിപ്പിക്കാൻ പാടില്ല. തുമഇനീനത്തുൻ ഫീഹ 9ാമത്തെ ഫർദ് ഇവകളിലൊക്കെ തുമഇനീനത്ത് വേണം. ഈ ഫീഹ എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങളിലാണ് തുമഇനീനത്ത് വേണ്ടത്. റുക്കൂഇൽ, സുജൂദിൽ, ഇടയിലിരുത്തത്തിൽ, ഇഴ്തിദാലിൽ. ഈ 4 കാര്യങ്ങളിലും തുമഇനീനത്ത് വേണം. അപ്പോൾ അവിടെയൊക്കെ ചെല്ലൽ സുന്നത്തേ ഉള്ളെങ്കിലും അപ്പോൾ ഒന്നും ചെല്ലാതെ പെട്ടെന്ന് എഴുന്നേൽക്കാൻ പാടില്ല. ഒന്നും ചെല്ലാതിരുന്നാലും ഉടനെ എഴുന്നേൽക്കാൻ പറ്റില്ല. ഒന്നും ഇനി ചെല്ലാൻ അറിയാത്തവനാണെങ്കിലും അവിടെ അടങ്ങി താമസിക്കൽ നിർബന്ധമാണ്. അപ്പോൾ മുൻ ഫർദുമായിട്ട് തമ്മിൽ ഫർട്ട് വരുന്ന രീതിയിൽ ഒരല്പം എന്താവണം, അവിടെ അടങ്ങി താമസിക്കൽ നിർബന്ധമാണ്. ഒരു സുബ്ഹാനല്ലാഹ് പറയാനുള്ള ഖദ്ർ എങ്കിലും എന്താവണം, ചുരുങ്ങിയത് അവിടെ നിൽക്കണം. ഈ 4 ഫർദുകളിലും തുമഇനീനത്തും നിർബന്ധമാണ്. അതാണ് 8ാമത്തെ ഫർദ്. ഇനിയോ വയജിബു നിർബന്ധമാണ് അല്ലാ യഖ്സുദ ബിർറുക്കിന് ഗൈറഹു കൂട്ടത്തിൽ പറയാൻ, ഈ ഫർദ് കൊണ്ട് ഫർദല്ലാത്ത മറ്റു കാര്യങ്ങളൊന്നും ഉദ്ദേശിക്കാൻ പാടില്ല, ഉദ്ദേശിക്കാതിരിക്കൽ നിർബന്ധമാണ്. എന്ന് പറഞ്ഞാൽ റുക്കൂയിലേക്ക് പോകുമ്പോൾ അവൻ്റെ ഉദ്ദേശം ഒരു മുട്ട് ചൊറിയലാണ്,
അല്ലെങ്കിൽ കാല് മാന്തലാണ്, അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് പിന്നെ എന്തോ ചൊറിയാനോ മാന്താനോ വേണ്ടി പോയതാണ്, അല്ലെങ്കിൽ സുജൂദിൽ കിടന്ന സമയത്ത് പെട്ടെന്നൊരു എന്താണ് ഉറുമ്പിനെയോ തേളിനെയോ കണ്ടപ്പോൾ അങ്ങ് എഴുന്നേറ്റതാണ്. അപ്പോൾ അവൻ്റെ ഉദ്ദേശം ഇടയിൽ ഇരുത്തത്തിലേക്ക് വരുത്തല്ല. സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റൊരു ഉപദ്രവം പേടിച്ചിട്ട് എഴുന്നേറ്റതാണ്. അങ്ങനെയാണെങ്കിൽ അത് പറ്റൂല. മറ്റൊരാവശ്യം ഉദ്ദേശിക്കാൻ പാടില്ല എന്ന് നിർബന്ധമാണ്. അതേസമയം എന്താണ്, അവന് സാധാരണ ഗഫലത്തിൽ അശ്രദ്ധയിൽ തന്നെ സുജൂദും റുക്കുവും ഒക്കെ ചെയ്താലും നിസ്കാരം സഹിയാവും. പക്ഷെ മറ്റൊരു ഉദ്ദേശത്തോടു കൂടി ഒരു ഫർദിലേക്ക് കടന്നാൽ എന്താകുന്നല്ല, നിസ്കാരം ശരിയാവില്ല. അതായത് ആ ഫർദ് സഹിയാവില്ല. മുൻ ഫർദിൽ നിന്ന് വീണ്ടും എന്താക്കണം, ഒന്നുകൂടി ഈ ഫർദ് ഉദ്ദേശിച്ചുകൊണ്ട് വീണ്ടും വരേണ്ടി വരും. അപ്പോൾ മറ്റൊരു ഫർദ് ഉദ്ദേശിക്കാൻ പാടില്ല. ഫർദ് തന്നെ ഉദ്ദേശിക്കൽ എല്ലാ സമയത്തും ബോധപൂർവം അവൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരിക്കൽ, പിന്നെ ഞാൻ റുക്കുവിലേക്കാണ് പോകുന്നത്, സുജൂദിലേക്കാണ് പോകുന്നത്, ഇങ്ങനെ നിയ്യത്ത് വെക്കൽ, അതൊന്നും നിർബന്ധമില്ല. എങ്കിലും അതേസമയം എന്താണ്, മറ്റൊരു കാര്യം ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ഫർദിലേക്ക് കടക്കാൻ പാടില്ല. അപ്പോൾ മറ്റൊരു ഫർദ് കൊണ്ട് മറ്റൊന്നിനെ ഉദ്ദേശിക്കാൻ പാടില്ല എന്ന് നിർബന്ധമാണ്. തശഹുദുൻ അഖീറുൻ, അടുത്ത ഫർദ് 9 കഴിഞ്ഞു അല്ലേ. 10ാമത്തെ ഫർദ് തശഹുദുൻ അഖീർ, അവസാനത്തെ അത്തഹിയാത്ത്. അത്തഹിയാത്ത് എങ്ങനെയാണ്? അവസാനത്തെ അത്തഹിയാത്ത്, 1ാമത്തെ അത്തഹിയാത്ത് സുന്നത്താണല്ലോ. ഇൻഷാ അല്ലാഹ് സുന്നത്തുകളൊക്കെ ശേഷം വരും. അബഅദ് സുന്നത്തും അഹിയാത്ത് സുന്നത്തും ഒക്കെ വേറെ വേറെ നമ്മൾ പറയും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അവസാനത്തെ അത്തഹിയാത്ത്, ചുരുങ്ങിയ അത്തഹിയാത്ത് ഓതുകയാണ്. അത്തഹിയാത്തു ലില്ലാഹി സലാമുൻ അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു സലാമുൻ അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ ഷഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇത്രയും പറയൽ നിർബന്ധമാണ്. ഫർദ് മാത്രം നമ്മൾ എണ്ണുന്നത്. ഇനിയോ സ്വലാത്തുൻ അലൻ നബിയ്യി ബഅദഹു, ഈ അത്തഹിയാത്തിന് ശേഷം എന്ത് വേണം? സ്വലാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് എല്ലാം. അപ്പോൾ ചുരുങ്ങിയ സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അങ്ങനെ കിതാബിലുള്ളത്. അപ്പം അത് എന്താക്കണം, ചൊല്ലണം, അത്രയെങ്കിലും പറയണം. അപ്പോൾ സ്വലാത്ത് നിർബന്ധമാണ്. അതും അടുത്ത അത് 11ാമത്തെ ഫർദ്. ഇനിയോ 12ാമത്തെ തസ്ലീമത്തുൻ ഊല, ഒന്നാം സലാം വീട്ടുക. അസ്സലാമു അലൈക്കും, ചുരുങ്ങിയ സലാം, അങ്ങനെ പറയൽ നിർബന്ധമാണ്. വഖുഊദുൻ ലിസ്സലാസത്തി, 3നും വേണ്ടി ഇരിക്കുക. 3നും എന്ന് പറഞ്ഞാൽ അത്തഹിയാത്തിന് ശേഷമുള്ള സ്വലാത്തിന്, സലാമിന്, ഇവ 3നും വേണ്ടി ഇരിക്കലും നിർബന്ധമാണ്. 13. 14 വതർതീബുഹ, ഇതൊക്കെ ക്രമപ്രകാരം ചെയ്യലും നിർബന്ധമാണ്. കമാദുക്കിറ, പറയപ്പെട്ടതുപോലെ ഓർഡറായി ചെയ്യൽ നിർബന്ധമാണ്, വഴിക്ക് വഴിയായി ചെയ്യണം. അപ്പോൾ നിസ്കാരത്തിൻ്റെ 14 ഫർദുകളും എണ്ണിക്കഴിഞ്ഞു. ആവശ്യമുള്ള ഭാഗങ്ങളൊക്കെ ചോദിച്ചു പഠിക്കപ്പോൾ നിത്യജീവിതത്തിൽ അത്യാവശ്യമായി വരുന്ന വിഷയമാണ്. നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്താണ്. നിസ്കാരത്തിന് നല്ല ഖുശൂ വേണം. നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പിന്നെ ഫിഖ്ഹ് പറയുമ്പോൾ അതിൻ്റെ രീതിയിൽ പറയുന്നത് കൊണ്ട് ഒരു സുമാറാക്കി നിസ്കരിക്കാനൊന്നും മനസ്സിലാക്കി പോകരുത്. അപ്പോൾ നിർബന്ധം മാത്രമല്ല നമ്മൾ എടുക്കേണ്ടത്, നിർബന്ധവും സുന്നത്തും അതിൻ്റെ എല്ലാ അദബുകളും പാലിച്ചുകൊണ്ടാണ് നിസ്കാരം നിർവഹിക്കേണ്ടത്. ചിലപ്പോൾ അത് നിർബന്ധമില്ല, ഇത് സുന്നത്തേ ഉള്ളൂ എന്നൊക്കെ നമ്മൾ അർത്ഥം വെക്കുമ്പോൾ പറയുന്നുണ്ടെങ്കിലും നിസ്കരിക്കേണ്ട രൂപം പൂർണ്ണമായ രീതിയിൽ അള്ളാഹുവിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ള ബോധത്തോടു കൂടി തന്നെ ആയിരിക്കണം. ആ നിസ്കാരത്തിൻ്റെ ഫളായിലും മറ്റൊക്കെ നമ്മൾ ഇപ്പോൾ സബുക്കുകളിൽ പറഞ്ഞു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഹക്കായ വജഹ് പ്രകാരം നിസ്കരിക്കാൻ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആവശ്യമായ വിഷയങ്ങളൊക്കെ ഗ്രൂപ്പിൽ തന്നെ ചോദിച്ച് പഠിക്കുകയൊക്കെ ചെയ്യുക. പരമാവധി ഇൽമിൻ്റെ അഹ്ലുകാരാവാൻ വേണ്ടി, ഈ ഇൽമ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്ത് അത് ഹയാത്താക്കുന്ന ഒരു അഹ്ലുകാരിൽ പെടാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ മുന്നോട്ട് വരിക, ശ്രദ്ധിക്കുക. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.